എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണദാസ്, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ്, പാലക്കാട്. എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ സ്മോക്ക് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. ഒരു ശ്വാസകോശ സംബന്ധമായിട്ട് ആസ്മ വരാം, അല്ലെങ്കിൽ ആസ്മ ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സർവേഷൻസ് വരാം, COPD വരാം. പുക വലിക്കുന്നില്ലെങ്കിലും ഈ എയർ പൊല്യൂഷൻ കാരണം COPD വരാം. ഇടയ്ക്കിടയ്ക്ക് ലങ് ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ പോലെ ലങ് ഇൻഫെക്ഷൻസ് വരാം, ലങ് ക്യാൻസർ വരാം. അതല്ലാതെ ഹൃദ്രോഗം, പക്ഷാഘാതം, സ്ട്രോക്ക് വരാം, അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള ഡിമെൻഷ്യ, അൾഷിമേഴ്സ്, ഇതൊക്കെയാണ് ലോങ് ടേമിക്ക് വരാവുന്ന അസുഖങ്ങൾ. ഷോർട്ട് ടേമിക്കായിട്ട് നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസ് വരാം, കണ്ണിലെ അലർജികളും ഇൻഫെക്ഷനും വീണ്ടും വീണ്ടും വരാം. സോ ഇന്ന് ഡൽഹിയിലുള്ള പൊല്യൂഷൻ നാളെ കേരളത്തിലും വരാം. പൊല്യൂഷൻ എന്നതൊരു മാൻമെയ്ഡ് സാധനമാണ്. നമ്മുടെ സൈഡിൽ നിന്ന് എമിഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ വണ്ടികൾ അല്ലെങ്കിൽ ഫാക്ടറികൾ എമിഷൻ ആക്കുന്ന ടോക്സിക് ഗ്യാസസ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഗ്രൗണ്ട് ലെവൽ ഓസോൺ തുടങ്ങിയ ടോക്സിക് ഗ്യാസസ് കൊണ്ടുള്ള പൊല്യൂഷൻ തന്നെയാണ്. കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എയർ പൊല്യൂഷൻ. ദീപാവലി പോലുള്ള ആഘോഷങ്ങളിൽ പൊടിയുടെ അല്ലെങ്കിൽ പുകയുടെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. പക്ഷെ നടക്കില്ല. ഇവിടെ കേരളമാണ്, ആഘോഷങ്ങൾ ഇവർക്കൊരു കുറവുണ്ടാവില്ല. വെടിക്കെട്ടുകളായാലും പടക്കം പൊട്ടിക്കുന്നതാണെങ്കിലും യാതൊരു കുറവുമില്ലാതെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനൊക്കെ നെഗറ്റീവ് എഫക്റ്റ് മറ്റൊരു സൈഡിലുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഡൽഹിയിൽ ഇപ്പോൾ ഇത്രയും കൂടാൻ കാരണവും ദീപാവലിയുടെ ആഘോഷം തന്നെയാണ്. മരങ്ങൾ കൂടുതൽ മരങ്ങൾ നടാനും മുറിക്കുന്നത് കുറയ്ക്കാനും ശ്രമിക്കുക. കൂടാതെ വണ്ടികളുടെ എമിഷൻ കുറയ്ക്കാനായിട്ട് ഏതർ ഹൈബ്രിഡ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ട്രാഫിക്കിൽ ഒരുപാട് നേരം നിൽക്കുമ്പോൾ കുറച്ച് നേരം വണ്ടി ഓഫ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ കുറച്ച് ദൂരം മാത്രമാണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതെങ്കിൽ വണ്ടികൾ, കാറുകൾ ഒഴിവാക്കി അല്ലെങ്കിൽ ബൈക്കുകൾ ഒഴിവാക്കിയിട്ട് സൈക്കിളുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇതെല്ലാമാണ് നമുക്ക് എമിഷൻസ് അല്ലെങ്കിൽ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള വഴികൾ. താങ്ക് യു.